ഈ വിഷയത്തിലുള്ള പ്രതിഷേധം ശക്തമായി തുടരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും ഇപ്പോഴും വലിയ പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ വലിയ പോലീസ് സന്നാഹം ഇപ്പോൾ പ്രതിഷേധക്കാർക്ക് നേരെ നീങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വലിയ പോലീസ് സേന ഇപ്പോൾ RAF അതുപോലെ തന്നെ BSFിൻ്റെ ജവാന്മാരെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ BSF ഉണ്ട്, RAF ഉണ്ട്, ദില്ലി പോലീസ് ഉണ്ട്. അപ്പോൾ കേന്ദ്രസേനയും സൈന്യവും കേന്ദ്ര സർക്കാരിൻ്റെ സൈന്യവും തന്നെ ഇപ്പോൾ വിദ്യാർത്ഥികളെ നേരിടാൻ, യുവാക്കളെ നേരിടാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ RAF, BSF, ദില്ലി പോലീസ് എന്നിവർ സംയുക്തമായി ഇപ്പോൾ ഈ വിദ്യാർത്ഥികളെ നേരിടാനായി ഇറങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. CRPFിൻ്റെ ജവാന്മാരെയും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവരെല്ലാവരും തന്നെ ഈ പ്രതിഷേധക്കാരെ അവിടെ നിന്ന് നീക്കുന്നതിനായി ഇപ്പോൾ രംഗത്തിറങ്ങുകയാണ്. അങ്ങനെ വലിയ പ്രതിഷേധ കാഴ്ച പാർലമെന്റിന് ചുറ്റും നമുക്ക് കാണാൻ കഴിയുന്നു. റെയ്സിന ഹില്ലിന് ചുറ്റും നമുക്ക് കാണാൻ കഴിയുന്നു. 2012 ദില്ലിയിൽ ഒരു പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായപ്പോൾ സമാനമായ രീതിയിൽ യുവാക്കളാകെ തടിച്ചുകൂടുകയും അന്ന് റെയ്സിന കുന്നിലേക്ക് യുവാക്കൾ ഇരച്ചെത്തുകയും ചെയ്തിരുന്നു. അന്ന് വലിയ പ്രതിഷേധ കാഴ്ചയാണ് ദില്ലി കണ്ടത്. അതുപോലെ തന്നെയാണ് 27% OBC സംവരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ, അന്നത്തെ UPA സർക്കാർ എടുത്ത തീരുമാനത്തിനെതിരെ ദില്ലി കണ്ട മറ്റൊരു സമരം. അതുപോലെ അണ്ണാ ഹസാരെ നടത്തിയിട്ടുള്ള സമരം. അങ്ങനെ ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടുള്ള മണ്ണാണ് ദില്ലിയുടേത്. ആ സമരങ്ങളൊക്കെ തന്നെ ദില്ലിയുടെ രാഷ്ട്രീയ ചരിത്രങ്ങൾ പിന്നീട് മാറ്റി എഴുതിയതും നമുക്ക് അറിയാവുന്നതാണ്. ഏതായാലും ഇപ്പോഴത്തെ സമരം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ദില്ലിയിലെ ജന്തർ മന്ദറിൽ തുടരുന്ന ഒരു സമരം വലിയൊരു സമരാഗ്നിയായി പാർലമെന്റിന് ചുറ്റും ഇപ്പോൾ ആളിക്കത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദേശീയ പതാകയേന്തി യുവാക്കളാകെ, വിദ്യാർത്ഥികളാകെ പാർലമെന്റിന് ചുറ്റും തടിച്ചുകൂടി നിൽക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും കേന്ദ്രസേനയും പോലീസും എത്ര ശ്രമിച്ചിട്ടും അവരെ അവിടെ നിന്ന് മാറ്റാൻ സാധിക്കാത്ത സ്ഥിതി തന്നെയാണ്. കണ്ണീർ വാതകം പ്രയോഗിച്ചും ജലപീരങ്കി ഉപയോഗിച്ചും അവരെ പ്രതിരോധിക്കാൻ പോലീസും കേന്ദ്രസേനയും ഒക്കെ ശ്രമിക്കുമ്പോഴും അവർ കൂടുതൽ കരുത്തരായി ഇപ്പോൾ പാർലമെന്റിലേക്ക് എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിവിധ പാർട്ടികളുടെ, പ്രതിപക്ഷ നിരയിലെ വിവിധ പാർട്ടികളുടെ പാർലമെന്റ് അംഗങ്ങളും ഇപ്പോൾ ഈ സമരക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. സമാജ്വാദി പാർട്ടിയുടെയും ആം ആദ്മി പാർട്ടിയുടെയും CPM അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളുടെയും പാർലമെന്റ് അംഗങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ച് ഈ സമരത്തിന്റെ ഭാഗമായി എത്തുന്ന ഒരു സ്ഥിതിയുമൊക്കെ തന്നെയുണ്ട്. കോൺഗ്രസ് നേതാവ് രേണുക ചൗധരിയെ നമ്മൾ അല്പം മുമ്പ് ഇവിടെ ഈ സമരവേദിയിൽ കണ്ടിരുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെയും വലിയ പിന്തുണ ഈ സമരത്തിന് ലഭിക്കുന്നു എന്നത് പ്രത്യേകത തന്നെയാണ്. അതായത് ഇതേ വിഷയമാണ് ഇന്ന് പാർലമെന്റിനുള്ളിലും പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി തന്നെ ഉയർത്തിയത്. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഈ വിഷയം പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി തന്നെ ഉയർത്തുകയും പാർലമെന്റിന്റെ ഇരുസഭകളും പ്രക്ഷുബ്ധമാക്കുകയും ചെയ്തു. ഏതായാലും ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. അതിനിടയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തു. പാർലമെന്റ് മന്ദിരത്തിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിലായിരുന്നു ഉന്നതതല യോഗം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ ആ യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാതെ ഈ സമരത്തിൽ നിന്ന്, ഈ മുന്നേറ്റത്തിൽ നിന്ന് പിന്മാറില്ല എന്നത് തന്നെയാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. ആ അർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ വലിയ സമ്മർദ്ദത്തിലാണ്.